പത്തനംതിട്ടയിൽ പൊതുജനത്തിനു നേരെ പോലീസിന്റെ ക്രൂരമായ ആക്രമണം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് പത്തനംതിട്ടയിൽ പോലീസിന്റെ ക്രൂര നടപടി ഉണ്ടായത്. ദമ്പതികൾ അടക്കമുള്ള സംഘത്തെ പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. വിവാഹാനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ യുവതിയുടെ തോളലൊടിഞ്ഞു. 2 യുവാക്കൾക്കും പോലീസിന്റെ ക്രൂര മർദ്ദനമേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് അകാരണമായി മർദ്ദിച്ചത്. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് ട്രാവലറിൽ മടങ്ങിയ സംഘത്തിന് നേരെയായിരുന്നു പോലീസിന്റെ അതിക്രമം. എരുമേലി മുണ്ടക്കയം ഭാഗത്തു നിന്നുള്ള 20ഓളം പേരാണ് ട്രാവലറിൽ സഞ്ചരിച്ചിരുന്നത്. ഇവർ യാത്രക്കിടെ റോഡരികിൽ വാഹനം നിർത്തി ചിലർ അതിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് SI ജിനുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ഇവർക്ക് നേരെ ആക്രമണം നടത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന ദമ്പതികളായ സിതാര, ശ്രീജിത്ത് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സിതാരയുടെ തോളലിനാണ് പൊട്ടലുണ്ടായത്. ശ്രീജിത്തിന്റെ തലയ്ക്ക് ലാത്തി ഉപയോഗിച്ചടിച്ച് പരിക്കേറ്റിട്ടുണ്ട്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സിജിൻ എന്ന യുവാവിനെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. തങ്ങളെ എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഒന്നും പറഞ്ഞില്ലെന്നും പരിക്കേറ്റവർ പറയുന്നു. ഇവർ നിലവിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം സംഭവത്തിൽ പരാതി പരിശോധിക്കട്ടെ എന്നായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നത്. മർദ്ദനം ആളുമാറി ഉണ്ടായ സംഭവമാണെന്നാണ് പോലീസിന്റെ അനൌദ്യോഗിക വിശദീകരണം. സംഭവം നടക്കുന്ന ജംഗ്ഷനിലെ ബാറിന് സമീപത്തായി അടിപിടി നടക്കുന്നുവെന്ന് സ്റ്റേഷനിൽ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം എത്തിയതെന്ന് പറയുന്നു. ഇവരും ആ സംഘത്തിലുള്ളവരാണെന്ന് കരുതിയാണ് മർദ്ദിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.